ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിലെ ചെന്നിത്തലയുടെ പരസ്യത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബുവിനോട് വിശദീകരണം തേടിയത് നടന്നത് കടുത്ത അച്ചടക്ക ലംഘനമാണെന്നാണ് കെ പി സി സിയുടെ നിലപാട്. ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാമപ്രസാദ്, എന്തായിരുന്നു ആ പരസ്യം? കൂടുതൽ വിവരങ്ങൾ. വിനോദ, കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനത്തിൽ രമേശ് ചെന്നിത്തലയെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ മുഴുവൻ പേജ് പരസ്യം പ്രസിദ്ധീകരിച്ചിരുന്നത്. ഈ പരസ്യത്തിന് പിന്നിലുണ്ടായിരുന്ന DCC ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബുവിൻ്റെ കൈകളാണെന്നുള്ള പിന്നീട് നേതൃത്വത്തിന് മനസ്സിലാകുകയും അതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രജിൻ ബാബുവിനെതിരെ കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് നേതൃത്വം കടക്കുകയും ചെയ്തത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പ്രജിൻ ബാബുവിനെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. കടുത്ത അച്ചടക്ക ലംഘനമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെയാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസാണ് നിലവിൽ കൈമാറിയിരിക്കുന്നത്. നോട്ടീസ് കൈപ്പറ്റി 3 ദിവസത്തിനകം തന്നെ ഇതിൽ വിശദീകരണം നൽകണമെന്നാണ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു ഫീച്ചർ വന്നതിന് പിന്നാലെ എടുത്തിരിക്കുന്ന KPCC നേതൃത്വം എടുത്തിരിക്കുന്ന ഈ അച്ചടക്ക നടപടിയിൽ ഒരു ഭാഗത്തിന് പരോക്ഷമായ ഒരു അതൃപ്തി കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായും നേരത്തെയെല്ലാം തന്നെ പാട്ടും KCക്ക് അനുകൂലമായി പാട്ട്, ഒപ്പം തന്നെ VD സതീശന് അനുകൂലമായി ഫ്ലെക്സ് ബോർഡുകളെല്ലാം ഉയർന്ന ഘട്ടമുണ്ടായിരുന്നു. അന്നൊന്നും എടുക്കാത്തൊരു നടപടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഈ ഫീച്ചർ പ്രസിദ്ധീകരണത്തിന് പിന്നാലെ എടുത്തിരിക്കുന്നത് നടപടി. അതിനാൽ തന്നെ ചെന്നിത്തല വിഭാഗം അനുകൂലികൾ ശക്തമായ പ്രതിഷേധവും ഒപ്പം തന്നെ വിയോജിപ്പും രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുകയാണ്. എന്തായാലും മറ്റ് നേതാക്കൾക്കിടെയും അടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ നടപടി എടുക്കുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ചെന്നിത്തല പക്ഷം. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലെ പുറത്തിറങ്ങിയിരിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ് ദിനത്തിലെ രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു ഫീച്ചറിനെ കുറിച്ച്, രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഫീച്ചറിനെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അത് പ്രജിൻ ബാബുവാണ് ഇത് സംബന്ധിച്ച് ഈ പരസ്യം നൽകിയെന്നാണ് നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രജിൻ ബാബുവിനെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലുണ്ടായിരിക്കുന്ന പോര് ഇനി വീണ്ടും രൂക്ഷമാകാൻ തന്നെ സാധ്യതയുണ്ട്. എന്തായാലും ചെന്നിത്തല വിഭാഗം ഒരുപക്ഷെ ശക്തമായ വിയോജിപ്പ് കൂടി രംഗത്തെത്തിയ സാഹചര്യത്തിൽ എന്തായാലും മറ്റ് നേതാക്കൾക്കിടയിലുണ്ടായ ഫ്ലെക്സിലും പാട്ടിലുമെല്ലാം തന്നെ നടപടിയെടുക്കേണ്ട സ്ഥിതിയിലേക്ക് KPCC കടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. വിനോദ്.